മാജിക്കൽ ത്രില്ലർ സിനിമ എന്ന് പറയുന്നത് ഇതാണ്. കിഷ്കിന്ധാകാന്തം. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് സിനിമ കാണാൻ ശ്രമിക്കുക. കാരണം ഈ സിനിമ നിങ്ങൾ കണ്ടു തുടങ്ങി ഹാഫ് ടൈം ആയി കഴിയുന്ന സമയത്ത്, അതായത് OTT-യിലാണ് നിങ്ങൾ സിനിമ കാണുന്നതെങ്കിൽ ഹാഫ് ടൈം ആകുന്ന സമയത്ത് ഉറപ്പായിട്ടും ഇതെന്ത് തേങ്ങയാണെന്ന് കരുതി നിങ്ങൾ ഈ സിനിമ സ്റ്റോപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ അത് അതിജീവിച്ച് ഈ സിനിമ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ അവസാനത്തെ ഒരു 30 മിനിറ്റ് ഒരിക്കലും കൊണ്ടുപോകുന്ന ഒരു ക്ലൈമാക്സ് ആണ്. ആ ഒരു ക്ലൈമാക്സ് കഴിയുന്നതോട് കൂടിയിട്ട് ഈ സിനിമ നിങ്ങൾക്ക് എന്തൊക്കെ രീതിയിലാണ് കണക്ട് ആകാതിരുന്നത്, ഫസ്റ്റ് ഹാഫിൽ എല്ലാത്തിനും ഒരു കൺക്ലൂഷൻ ലഭിക്കുന്നുണ്ട്. ഒരു സാറ്റിസ്ഫൈഡ് മാജിക്കൽ ത്രില്ലർ സിനിമ കണ്ടിട്ടുള്ള ഫീലാണ്. ശരിയാണ്, തുടക്കത്തിൽ കുറെ സംഭവങ്ങൾ നമുക്കൊരു ക്ലാരിറ്റി തരാതെയാണ് പോകുന്നത്. സാധാരണ ത്രില്ലർ സിനിമയിൽ അങ്ങനെയാണ് ഉണ്ടാകാറ്. പക്ഷേ ഹാഫ് ടൈം ആയിട്ട് പോലും ഒരു ക്ലാരിറ്റി ലഭിക്കാത്തത് കൊണ്ട് ചിലർക്കൊക്കെ ഒരു സംശയം ഉണ്ടാകും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ലൈമാക്സ് ഒരു 30 മിനിറ്റ് എക്സ്ട്രാ ഓർഡിനറി ആണ്. അത് കംപ്ലീറ്റ് ആകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. എക്സ്ട്രീം ആണ്, നിങ്ങൾ അറിയാതെ കൈയടിച്ച് പോകും. അപ്പൊ തുടക്കത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഡൗട്ടുകളെല്ലാം ക്ലിയർ ആകുന്നുണ്ട്. പിന്നെ ഇതിൽ പല ബ്രില്യൻസും ഉണ്ട്. അതൊക്കെ നിങ്ങൾ സിനിമ കഴിയുന്ന സമയത്ത് മാത്രം നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നതാണ്. ഏതായാലും ഈ ഒരു സംവിധായകൻ കിടിലനാണ്. അതായത് ഇദ്ദേഹത്തിന്റെ പേര് ഡിൻജിത്ത് അയ്യനാഥനാണ്. അത് മാത്രമല്ല ആസിഫ് അലിയും വിജയരാഘവനും എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ആണ്. അതുപോലെ തന്നെ ജഗദീഷ് ഏട്ടനും പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യണം. ഒരു കാര്യം ഒരിക്കൽ കൂടി പറയാണ്, ഇതൊക്കെ OTT-യിൽ എത്തുന്ന സമയത്ത് ഫസ്റ്റ് ഹാഫ് കഴിയുന്ന സമയത്ത് സിനിമയ്ക്ക് വിധി എഴുതി നിങ്ങൾ നിർത്താതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം ഇതൊരു മാജിക്കൽ ത്രില്ലർ ആണ്. സിനിമ കണ്ടതിന് ശേഷം ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ പീക്കാണ്. പിന്നെ ഒരു കാര്യം, ഇനി അങ്ങോട്ട് സിനിമ കണ്ട ആൾക്കാർ മാത്രം കാണുക. കാരണം എനിക്കുണ്ടായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നി. ഈ സിനിമയുടെ ഇന്റർവെല്ലിന് തൊട്ട് മുമ്പ് ഒരു ബോഡി കണ്ടെത്തുന്നുണ്ട് എന്നുള്ള ഒരു ന്യൂസ് ലഭിച്ച സമയത്ത് ആസിഫ് അലി ഞെട്ടുന്നുണ്ട്. നമ്മൾ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ഹാഫ് രീതിയിൽ കാണുകയാണെങ്കിൽ ആ തോക്ക് മിസ്സായി, അത് ഉപയോഗിച്ച് ആരെങ്കിലും ചെയ്തതാണോ എന്നുള്ള ഒരു സംശയത്തിന്റെ ടെൻഷൻ മാത്രമായിരിക്കും ആസിഫ് അലിയുടെ മുഖത്ത് എന്ന് തോന്നും. പക്ഷേ സിനിമ കണ്ടു കഴിയുന്ന സമയത്ത്, സിനിമ കണ്ടവർ മാത്രം കാണുക, ആ സമയത്ത് നിങ്ങളൊന്ന് കണ്ണോടിക്കുക. എന്തിനു വേണ്ടിയായിരിക്കും ആസിഫ് അലി അവിടെ ടെൻഷൻ ആയിട്ടുള്ളത്? കാരണം ഇതിൽ സച്ചു എന്ന ആസിഫ് അലിയുടെ മകൻ മിസ്സായിട്ടുണ്ട്. ആ ഒരു ബോഡി എവിടെയാണെന്ന് ആസിഫ് അലിക്ക് പോലും അറിയില്ല. ആ ഒരു ടെൻഷൻ, അതായത് അത് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാത്തിന്റെയും ചുരുളയും, അതല്ലെങ്കിൽ ഗണ്ണ് ഐഡന്റിഫൈ ചെയ്താൽ പോലും ചുരുളയും, അത് ഷുവറാണ്. അപ്പൊ അതിന്റെ ഒരു ടെൻഷനാണ് ആസിഫ് അലിയുടെ മുഖത്ത്. അതുപോലെ ഈ സിനിമയിൽ പല സീനുകളും ആസിഫ് അലി ആദ്യത്തിൽ എന്തുകൊണ്ടാണ് ടെൻഷൻ ആകുന്നത്, രണ്ടാമത് ക്ലൈമാക്സ് കഴിയുന്ന സമയത്ത് നമുക്ക് കണക്ട് ആകുന്നത് സിനിമ കണ്ട് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ വീട്ടിലേക്കൊക്കെ പോകുന്ന സമയത്താണ്. ഒരു എക്സ്ട്രാ ഓർഡിനറി ഫീലിംഗ് ആയിരുന്നു. അപ്പൊ നിങ്ങൾ ഈ സിനിമ കാണാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണുക. ഒരു 1.5 സിനിമയാണ്. ആസിഫ് അലിയുടെയും വിജയരാഘവന്റെയും പെർഫോമൻസ് ആണ് എടുത്ത് പറയേണ്ടത്.